അടൂർ ഗോപാലകൃഷ്ണനെ കടത്തിവെട്ടി ശ്രീനിവാസൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1989 കേരള സംസ്ഥാന അവാർഡിലായിരുന്നു. അതായത് ആ വർഷം 2 സിനിമകൾ മത്സരത്തിനുണ്ടായിരുന്നു. ഒരുപാട് സിനിമകളുണ്ട്. അതിൽ ശ്രീനിവാസൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത വടക്ക് നോക്കിയന്ത്രം, അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത മതിലുകളും. അന്ന് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് അന്ന് ഫൈനൽ റൗണ്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, അപ്പൊ അന്ന് ഈ മതിലുകൾ സിനിമ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥ മമ്മൂട്ടി അഭിനയിക്കുന്നു. അപ്പൊ ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അന്ന് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കൊടുത്തത് വടക്ക് നോക്കിയന്ത്രത്തിനായിരുന്നു. അന്ന് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് ഇതിനെതിരെ സംസാരിച്ചു. അതായത് വടക്ക് നോക്കിയന്ത്രം പോലത്തെ ഒരു കോമഡി സിനിമയ്ക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു മോശമായിട്ടുള്ള ഒരു പരാമർശം, അദ്ദേഹത്തിന്റെ ഒരു അമർഷം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിന് ഒരു തന്റേതായ ശൈലിയിൽ ശ്രീനിവാസനും തിരിച്ചടിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ പറഞ്ഞു, എല്ലാ ജനങ്ങൾക്ക് കാണുന്ന സിനിമയാണ് ഞാൻ ചെയ്യുന്നത്, ഉറക്കം തൂങ്ങിയ സിനിമയല്ല എന്നുള്ളത്. അങ്ങനെ എന്തോ ശ്രീനിവാസനും ഒരു മറുപടി കൊടുത്തു എന്നുള്ളതാണ്. എന്തായാലും ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നടൻ എന്ന അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം 2 സിനിമ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിലൊന്ന് 89 വടക്ക് നോക്കിയന്ത്രം, പിന്നൊന്ന് 98 ഇറങ്ങിയ ചിന്താവിഷ്ടയ ശ്യാമളൻ.